ഹലോ. ഇപ്പോൾ സമയം 5 മണിയാണ് കേട്ടോ. 5 മണിക്ക് തന്നെ നീച്ചിട്ട് ദോശയൊക്കെ ചുട്ട് വയ്ക്കുകയാണ്. ചോറ് അടുപ്പത്തുണ്ട്. സാധാരണ ഞാൻ ഗ്യാസുമ്മല്ല കേട്ടോ, അടുപ്പത്താണ് ചോറ് വെക്കാറ്. ഇന്ന് ഞാൻ കുറച്ച് ചോറ് വെക്കാൻ വിചാരിച്ചിട്ട് ഗ്യാസുമ്മ തന്നെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. കാളിയാകാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങാടിപ്പുറത്തുനിന്ന് ട്രെയിൻ കയറിയിട്ട് തൂവൂർ പോയി ഇറങ്ങാമെന്നുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ സച്ചുവിന് കൊണ്ടുപോകാനുള്ള ചോറും കറിയൊക്കെ ആക്കണം. പിന്നെ ദോശ ചുട്ട് ചട്നിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങാടിപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 8:45. അപ്പോൾ 8:45 ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് എത്തി. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യണം. ട്രെയിന് 9:40 ട്രെയിനുള്ളത്. അപ്പോൾ അത്രയും നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞാനും വിജയും കൂടെ ഇവിടെ ഇങ്ങനെ ഇരുന്നു, ഓരോ വർത്താനൊക്കെ പറഞ്ഞു, ഓരോന്നിങ്ങനെ പറഞ്ഞ് ആരുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ട്രെയിനിൽ പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ, കാരണം ബസ്സിൽ കയറുന്ന പോലെയല്ല ട്രെയിൻ എപ്പോഴാണ്. പിന്നെ അങ്ങനെ എല്ലാ സ്റ്റോപ്പിലൊന്നും നമുക്ക് അങ്ങനെ ഇറങ്ങാനൊക്കെ നിർത്തുമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പേടിയുണ്ട് ചെറുതായിട്ട്. ഇതാ അങ്ങനെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സൗണ്ട് കേൾക്കണില്ലേ? അപ്പോൾ അതാ ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറാൻ വേണ്ടി ഡെപ്പോയ്ക്ക് 10:30 ഈ സമയമായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. അപ്പോൾ സീറ്റൊക്കെ അങ്ങനെ ഒഴിവായി കാണുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ട്രെയിനിൽ കയറാൻ പോവാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങാനുണ്ട് ഇന്ന്. അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങട്ടെ, നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ പത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ സീറ്റൊക്കെ ഒഴിഞ്ഞ് കിടക്കണ്ടായിരുന്നു, അധികം ആരും ഇല്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം കണ്ട സീറ്റിൽ തന്നെ ഇരുന്നു ഇറങ്ങാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതാണ്ടോ പുറത്തത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. ട്രെയിൻ പതുക്കെ നീങ്ങി തുടങ്ങി. വിജു മുന്നത്തെ സീറ്റിലേക്ക് മാറിയിരുന്നു കേട്ടോ. അവിടുത്തെ പയ്യൻ വിളിച്ചപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഇനി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കണം കേട്ടോ. ബസ് കയറിയിട്ട് ഇത്തിരി പോകാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ.